വണ്ടി കൊണ്ട് പോയിട്ടിട്ടുണ്ട് നമ്മള് ചങ്ങായി മോഡൽ ചങ്ങായി ഐസ് വണ്ടി കൊണ്ടിട്ട് നമ്മളിപ്പാടില്ലേ കണ്ണൂരുണ്ട്. അപ്പൊ നമ്മ കുളു മണാലിയിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്. അസീമ പറഞ്ഞ എന്തെല്ലാം ഇല്ല സാധനം ഇത് എത്ര 4 കിലോ സോപ്പ്. ഇതെന്ത് റിമോട്ടാ? റിമോട്ട് അത് കത്തിയുണ്ട് മരുന്ന് തീർന്നാല് വടിച്ച് മുറിക്കാൻ വേണ്ടിട്ട്. കോൾഗേറ്റ് അല്ല KP നമ്പൂതിരി. പിന്നെ കെച്ചപ്പുണ്ട്, ബ്രെഡിനങ്ങോട്ട് വലിയ ജാമുണ്ട്, 1 കിലോ ജാമുണ്ട്, പിന്നെ 2 ബ്രെഡ് ഒരു ബ്രെഡും 1 കിലോ ജാമും. നമുക്ക് അവിടെ നിന്ന് വാങ്ങാനില്ല. ഇതൊന്ന് കോലുണ്ടായി ഉണ്ട്. പിന്നെ ഉണ്ട്, 4 ഫ്ലോറുണ്ട്. പിന്നെ ടൊമാറ്റോ നുറുക്കുണ്ട്, പിന്നെ ചക്ക ചിപ്സ് ഉണ്ട്. ഇതെന്തിൻ്റെ ഉള്ളിലുണ്ടോ? കവറുണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ട് കുറച്ച്. അതിന് ഛർദിക്കുമ്പോഴേ കഴിഞ്ഞില്ല. ഇനി ബാക്കി ഡൽഹിയിലെത്തിയിട്ട് പരേഡില്ലേ റിപ്പബ്ലിക് ദിനത്തിന്റെ കൊടിയ അടൽ ടണലല്ല, വേറൊരു ടണലാണ്. ചക്രത്തിലെ പൃഥ്വിരാജിന്റെ ലുക്കിലിരിക്കുന്ന ഷെയ്ഷാദിനോട് നമുക്ക് ചോദിക്കാം. ഷെയ്ഷാദ് ഐസ് കിടന്ന് തുടങ്ങുന്നത് പറ ഷെയ്ഷാദ്. ഇനി അടുത്ത അസീമിനോട്. അസീം ഐസ് കിടന്ന് തുടങ്ങുന്നത്. അപ്പൊ 30-70-100. ഇനി ഇജാസ് പറയും ഐസ് കിടന്ന് പോകുന്നത്. മാപ്പിൽ കണ്ടിട്ടുണ്ട് വെള്ള കളർ. മാപ്പിൽ കണ്ട വെള്ള കളർ ഐസ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഇജാസ്. വീഡിയോ മാൻ റിയാസ്. എന്താ നീ പറയുന്നു വേണ്ട. ഇത് നീ നിന്റെ കാര്യം പറഞ്ഞപ്പോ മണാലിയിൽ വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും കാര്യം പറയാനുള്ളൂ. വിചാരിച്ചത്ര ഗുണമില്ല റോഡൊന്നല്ല, ബുദ്ധിമുട്ടല്ല. ബൈക്കൊന്നും എടുത്തിട്ട് വരില്ലൊന്നും സിനിമയിൽ കാണുന്ന പോലെ നടക്കുന്ന ഒരു കാര്യമല്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒന്നാമത് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം മഞ്ഞുമല എടുത്തു. മഞ്ഞുമല കണ്ടെന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയുന്നില്ല. ഏകദേശം നമുക്ക് അത്രയും ദൂരത്തേക്ക് റൂം ചെയ്യാനുള്ളൊരു സെറ്റപ്പ് 1+18 ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും നല്ല ക്യാമറ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആ ദൂരെ കാണുന്നുണ്ടല്ലോ, അതാണ് ഐസ്മല. ഏകദേശം എത്ര ദൂരത്തേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വിചാരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യം എൻ്റെ യൂട്യൂബിലുണ്ടാവും. വെള്ളത്തിലേക്ക് പോകുന്നത് കണ്ടോളൂ. ഞാൻ ആ ബസ്സിൽ കയറിയത് മുതൽ ഈ സാധനം കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായി, ഈ വെള്ളം ഒന്ന് തൊടണം. അങ്ങനെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഐസ് വാട്ടർ ആയിരിക്കും എന്നല്ല പറഞ്ഞത് ഡ്രൈവർ. നമുക്ക് നോക്കി നോക്കാം. ശേഷം വെള്ളം തൊടുന്നുണ്ട്. ഐസ് വെള്ളം എന്നല്ല പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. മണാലി ബസ് സ്റ്റോപ്പ്.
ഹിമാലയത്തിലേക്ക് പോവുകയാണ് ഇതാ. ഏകദേശം ആ സ്ഥലത്ത് നമുക്ക് എത്തണം. അങ്ങനെ അത് കാണുന്നതാണ്. നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിലേക്ക് എത്തുന്നതാണ്. വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ ഐസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ പൽച്ചാൻ സെക്കൻഡ് ബ്രിഡ്ജ് കയറുകയാണ്. ഇതാ ഒരു പച്ച ബ്രിഡ്ജാണ്. പച്ച എന്ന പേര് മാത്രമല്ല, പച്ച കളർന്നിട്ടുണ്ട്. നമ്മളുടെ സ്വപ്നമാണ്, സ്വപ്നം ജീവിച്ചിരിക്കുമ്പോൾ പോലെ സ്വപ്നമാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. അവിടെ എത്തും. ഒരു 1.5 മണിക്കൂറിന്റെ എത്തുകയാണ്. ഇതാ ഇവിടെ ഇന്നലെ നല്ല മഞ്ഞുണ്ടായിരുന്നു തോന്നുന്നു റോഡ് സൈഡിൽ. പക്ഷെ റോഡിൽ അങ്ങനെ ഇല്ല, റോഡിൽ കുറവാണ്. സൈഡിലൊക്കെ മഞ്ഞുണ്ട് കേട്ടോ, സൈഡിലൊക്കെ മഞ്ഞുണ്ട്. ഫുൾ ഐസാണ്. ഇനി അങ്ങോട്ട് ഫുൾ ഐസിലാണ് കളി. ഐസ് മഞ്ഞ മലകൾക്കിടയിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മള് പറഞ്ഞ പോലെ നമ്മളിതാ ഏകദേശം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് കേറി നമ്മളെത്തി. കേറിയടാ ഈസ് മുത്ത കേറിയാ. കയറില്ല, ഫോണിലേക്ക് കയറില്ല, എയറിലേക്ക് ഇടുക. അവസാനം നമ്മൾ അതിന്റെ ഒരു 20% അടുത്ത് എത്തിയിട്ടുണ്ട്. ഭ്രാന്തൻ ശൈശാദാന്നത് മരണമാസ ഐസൊക്കെ ആയിട്ടാ പരിപാടി. മക്കളെ ലോൺ എടുത്തിട്ട് വന്നോ പൊന്നു മക്കളെ, ഇതിങ്ങക്ക് നഷ്ടാണ്. ഇനി നമുക്ക് ഒരുപാട് കൊടുമുഴി കീഴടക്കാനുണ്ട്. ബാക്കി കീഴടക്കിയിട്ട് പറയാ. സംഭവം സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നമ്മിതാ റോട്ടുമ്മലെ ഡ്രൈവ് ചെയ്യുന്നതാണ്. മണാലിന്ന് റോത്തങ് പാസിലേക്കില്ല, ടണൽ കാണാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല. അയ്യോ, പെർമിഷൻ കിട്ടാൻ ഒരുപാട് പണിയുണ്ട്. അവിടെ ഒരു 3 മണിക്കൂറോളം നിന്നിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. ഇങ്ങോട്ടേക്ക് കയറി എത്താൻ വരാനില്ല. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ക്ലോസ് ആണെങ്കിലും ബേജാറാവേണ്ട, പെർമിഷന് വേണ്ടി കുറച്ച് സമയം കാത്തിക്കുക, കയറി പോവാം. ഫോട്ടോ എടുത്തെടുക്കട്ടെ. ഹലോ, അപ്പോൾ നമ്മളിതാ ഇവിടെ അട്ടൽ ടണലിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഭയങ്കര റഷ് ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാ അട്ടൽ ടണലിൻ്റെ പുറം ഭാഗം. ഇതാ നമ്മളിതാ ടണൽ കയറുകയാണ്. ടണൽ
അടുത്ത യാത്ര തന്നെ ഒന്നൊന്നര യാത്രയാണ്. റിയാസ് ഡ്രൈവർ, കടുപ്പ് റൈഡർ റിയാസ്. ഗ്ലൗസിലുണ്ടോ? കാരണം പുറം കാണിക്കാം. നമ്മളിതാ അത് പോകുന്ന വായിക്കുന്നോ വീടെടുക്കുന്നുണ്ടോ? ഇപ്പുറം ഇപ്പുറം നമ്മ പാലം കിടക്കാൻ പോവുകയാണ്. പാലം ഈ റോഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റിസ്കിയാണ് റോഡൊക്കെ. കണ്ടോ റോഡിലേക്ക് അവസ്ഥ ഉണ്ടാവും. സ്ലിപ്പായ പോയി അതുകൊണ്ട് കത്തി വിടുന്നില്ല തോന്നുന്നത്. ഇവിടെ വരെ പോകാൻ പറ്റുന്നു. ഈ റിസ്കായ സ്ഥലം ഒരു വണ്ടി കൊണ്ട് പോയിട്ടിട്ടുണ്ട്. നമ്മൾ ചെങ്ങായി മോഡൽ ചെങ്ങായി ഐസ് വണ്ടി കൊണ്ടിട്ട് അപ്പൊ ഇതാ നമ്മള് വീണ ബൈക്ക് കൊറേ പരിക്കൊക്കെ പറ്റി. അതാ വീണ് 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 അത് വീണ് അടുത്ത ആൾ വീണ്. ഇപ്പൊ ഇവൻ പോവും. ഇപ്പൊ മിക്കവാറും വീഴാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ എടുത്താലും വീഴും. 4x4 ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു വീഴലിന് ശേഷം എണീച്ച് അസീമിനെയും ടീമിനെയും കളിയാക്കിയ ഷെയ്ഷാനെ പടച്ചവൻ കൊണ്ടുപോയിട്ട് വീഴ്ത്തി. അങ്ങനെ നമ്മളും വീണ് ഒരു രക്ഷയില്ല. 2 ആളും വീണ് പോയി. എത്രയോ ആൾ ഇവിടെ നടക്കുന്ന ആൾ തന്നെ വീണ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം നമുക്ക് ഇതാ ഈ ഒരു കാലാവസ്ഥ വേണ്ട. ശരിക്കും ഐസ് കട്ട പിടിച്ച പോലെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റാണ്. ഇപ്പോഴത്തെ സോഫ്റ്റാണ്. അങ്ങനെയല്ല, ഈ ഒരു ഡേഞ്ചർ ആയതുകൊണ്ട് ഇപ്പോൾ കാറിന് സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. റോത്തങ് പാസ് പറ്റില്ല. ഹഡൽ ടണൽ ഇപ്പുറത്താ റോത്താങ്ങിൽ. 1.5 ഫീലാണ് കേട്ടോ. വായിന്നൊക്കെ ഫുൾ സ്മെല് പോയൊക്കെ പോകണം. ഇതാ വണ്ടി നീങ്ങുന്നില്ല. ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. നിന്നെടുത്തുനിന്നൊക്കെ സ്റ്റാർട്ടാ വണ്ടി എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഭയങ്കര ഹെവി റിസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി റിസ്ക്കാണ് ഇവിടുത്തെ അവസ്ഥ. വണ്ടി ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ടയറൊക്കെ സ്ലിപ്പായിട്ട് തന്നെയാണ് പോകുന്നത്. നേരെ പോകാൻ പറ്റുന്നില്ലായിരിക്കും. അതാ സ്ലിപ്പായിട്ടാണ് പോകുന്നത്. മച്ചാൻ കുറേ ടൈമായിട്ടാ ഒരു രക്ഷയില്ല. എൻ്റെ വണ്ടി എങ്ങനെ എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോഴത്തും തോന്നുന്നില്ല, ഒരു ഐഡിയയും കാണുന്നില്ല. ചെക്കനാകെ പെടലായി പോയിട്ടുണ്ട്. ഒരു വഴിയും കാണുന്നില്ല. പോലീസ് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. എന്താ പരിപാടി നോക്കാം നമുക്കൊന്ന്. പോലീസ് ഓക്കെ, ചെക്കൻ അങ്ങനെ പാസ്സായിട്ടുണ്ട്. പിന്നെയും ചെക്കനാകെ പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നടന്നാൽ നമുക്ക് എന്തായാലും ഗ്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ അടുത്തൊരാളും കൂടി വീണിട്ടുണ്ട്. വീഴൽ മാത്രമായി. മച്ചാൻ കുറേ സമയമായിട്ടാ ഒരു രക്ഷയില്ല. എന്ത് ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ വേറൊരാളും കൂടി വീട്ടിൽ കൂടി ഉണ്ട്. ഓ അയ്യോ, ഞാൻ ആകെ പെടലായിട്ടുണ്ട്. ഇവർക്ക് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഇതിലൂടെ നടന്നാൽ നമുക്ക് എന്തായാലും നടക്കാൻ പറ്റില്ല.
ഇതാണെങ്കിലേ ഓക്കെ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. കറക്റ്റ് പോകാൻ പറ്റും. ചെക്കൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ. ഓക്കെ, അപ്പോൾ ടൈം ആയിട്ടുണ്ട്, നമുക്ക് ടണൽ വിടേണ്ട ടൈമായി. ഓക്കെ, സി യു.